മുത്തപ്പനുള്ള ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ലൈഫിലേക്ക് വന്ന ഏട്ടൻ. കാരണം ഞാൻ അറിയില്ല, ഞാനെന്ന വ്യക്തിയെ മുത്തപ്പൻ കിട്ടുന്ന ആൾക്ക് അറിയില്ല, എൻ്റെ ലൈഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടി അങ്ങനെ പോയപ്പോൾ അവിടെ നിന്ന് മുത്തപ്പൻ പറഞ്ഞ ഒരേ ഒരു വാക്ക്, എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം മുത്തപ്പൻ തുറന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2 മാസത്തോളം എനിക്ക് ഭയങ്കര ഡിപ്രഷന്മാരും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഏട്ടൻ പറഞ്ഞത്, ഞാനോ നീയോ വിചാരിച്ചത് അവരുടെ കുഞ്ഞുമോളെ തന്നെ വിളിക്കാം, കുഞ്ഞുമോളെ നമുക്ക് പറശ്ശിനി പോവാം, നമുക്ക് എല്ലാം ശരിയാവുമെന്ന വിശ്വാസത്തോടെ വീട്ടിലേക്ക് മടങ്ങാനും വേണ്ടി എന്താണ് ചെയ്യുക എന്ന ചിന്തയിലുള്ള സമയത്ത് പരശുരാമൻ ദൈവവുമായി സംവദിക്കാൻ വേണ്ടി ദൈവം തെയ്യം എന്ന രൂപത്തിൽ പരശുരാമനാണ് തുടങ്ങി വെച്ചത്. മനസ്സ് തുറന്ന് നമ്മുടെ വിഷമങ്ങൾ വിളിച്ചു പറയുമ്പോൾ എല്ലാം ശരിയാവും, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാൻ, നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള ആ ശിവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം, അങ്ങനെയാണ് മുത്തപ്പനെ കാണുന്നത്. വളരെ ദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അധസ്ത്വാ ആരാധ്യാം ഹരിഹര വിരഞ്ചാതിരവി. അന്വേഷിച്ചു പോയാണ് കലയെ ആസ്വദിച്ചിരുന്നത് എങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് എല്ലാ കലകളും അതിൻ്റെ അഡ്വാൻസ് രൂപത്തിൽ കടന്നു. ഇങ്ങനെ അടുക്കളയിലേക്ക് കടന്നു വരുന്ന കലയിൽ സാധാരണക്കാരനെ ആസ്വദിപ്പിക്കുന്നതിനും അവരുടെ സുഹൃത്തുക്കളിൽ പങ്കാടുന്നതിനും വിവിധ സ്കൂളുകളിലെ വാർഷിക ആഘോഷ പരിപാടികൾ വളരെ വിപുലമായി നടക്കുന്ന നാളുകളാണ് ഈ കഴിഞ്ഞ നാളുകളും വരും ദിവസം. വേണുഗോപാലൻ സാർ, മുരളീധരൻ സാർ, അർജുനൻ സാർ, ഈ യോഗത്തിന് അർപ്പിക്കുന്ന ലക്ഷ്മി ടീച്ചർ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന മഞ്ജു ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷാകർതൃ സുഹൃത്തുക്കളെ,